തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം. സെമ്മയാ ഇരുന്നതല്ലേ? ഈ കേസ് നിങ്ങളെ ഒരു പടം കൊണ്ട് കാണിക്കൂന്ന് പറഞ്ഞാ അത് പടമായിരിക്കും. ചേട്ടാ, ഓ ഇനി നമുക്ക് സിനിമയ്ക്കൊക്കെ പോണം. എല്ലാ ദിവസവും പോയേക്കുന്ന എല്ലാ ദിവസവും സിനിമയ്ക്ക് പോകണമെങ്കിലേ പടവലത്തിന്റെ പകുതി എഴുതി വിൽക്കണം. എന്തൊരു ടിക്കറ്റ് ചാർജാ! പിന്നെ അത് മാത്രോ പോപ്കോണ്, പിന്നെ അതെ ഇതേതും പറഞ്ഞോണ്ട് എന്തൊക്കെയായിരുന്നു. அம்மா எங்க ஊர்ல இவ்வளோ டிக்கெட் சார்ஜ் இல்லம்மா. அது மதுரை சின்ன சிட்டி, இது பெருசு. டேய், மதுரை வந்து ரொம்ப பெரிய சிட்டி தான். സമ്മതിച്ചു പോരെ. ചേട്ടാ, ഇപ്പൊ തന്നെ സ്കൂളൊക്കെ അങ്ങ് തുറക്കും. സ്കൂളിൽ പോണ്ടേ? സ്കൂള് തുറന്നാ സ്കൂളിൽ പോണം. മഴ ഉണ്ടായിരുന്നെങ്കി സ്കൂളിൽ പോകണ്ടായിരുന്നു. അയ്യടാ എടി, മഴ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സ്കൂൾ തുറക്കേണ്ട സമയത്ത് തുറക്കും, നീ പോവുകയും ചെയ്യും. കഴിഞ്ഞ തവണത്തെ പോലൊന്നും പറ്റത്തില്ല. ഇത്തവണ എല്ലാ ദിവസവും സ്കൂളിൽ പോയെങ്കിലേ പറ്റത്തുള്ളൂ. ഒരു വക അറിയത്തില്ല. പഠിക്കണം കേട്ടാ. ചേട്ടനും കോളേജിൽ കറക്റ്റ് സമയത്ത് പോണം. ഞാൻ കോളേജിൽ കറക്റ്റ് സമയത്ത് പോകണം, നീ പോണം. അങ്ങനെയാണെങ്കിൽ പെൺപിള്ളേരുടെ കൂടെ സംസാരിച്ചോണ്ടിരിക്കും. അത്ര വേണ്ടായിരുന്നില്ല. அம்மா எனக்கு ரொம்ப பசிக்குதம்மா. വീട്ടിൽ ചെന്നാലും എല്ലാം നീ തന്നെ വെച്ചുണ്ടാക്കേണ്ടി വരും. അവർ ഒരു വക ഉണ്ടാക്കി കാണത്തില്ല. എന്തായാലും വാ. കുട്ടിത്തേവാങ്കെ ഇനി മേലെ അമ്മൂമ്മയുടെ ഫ്രണ്ട് വെച്ച് അങ്ങനെ പറയോ? ഇല്ല, വേദനിപ്പിക്കത്തില്ല എന്നുള്ള ധൈര്യം കൊണ്ടല്ലേ ഇനി ഇങ്ങനെ കിണിച്ചോണ്ടിരിക്കണേ. ചേട്ടാ, എന്തേ ഇത് നോക്ക്, ഒരു ബാഗ് ഇരിക്കുന്നു. അവിടെ. അയ്യോ, അല്ല മറന്നു വെച്ചിട്ട് പോയതായിരിക്കും. ചേട്ടാ, നമുക്ക് തുറന്നു നോക്കിയാലോ? എന്തരന് അതിന്റെ ദോഷമില്ല. ചിലപ്പോ അതിനകത്ത് പൈസ ആയിരിക്കും. പൈസ ആണെങ്കി ഇപ്പൊ എന്തര് തുറക്കാൻ പാടില്ല, ഓർമ്മയുള്ള സാധനമാണ്. ചിലപ്പോ ബോംബാണെങ്കിലോ? ഓച്ചേ, ഈ ബോംബെന്ന് പറഞ്ഞ ഒരു ദിവസം ഇവിടെ അടുക്കളയിൽ എന്താണ് പൊട്ടിത്തെറിച്ചെന്ന് ഓർമ്മയുണ്ടല്ലോ? കുക്കർ. ഈ ബോംബ് എന്നാ വായിക്കാത്തല്ലോ അമ്മ ഇടിക്കും ഞാൻ. ചേട്ടാ, നമുക്ക് തുറന്നു നോക്കാം. തുറന്നു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ വീട്ടിൽ കൊണ്ടുപോയി വെക്കുന്നു, ഇതിന്റെ ഓണർ വരുമ്പോ തിരിച്ചു കൊടുക്കുന്നു. നമ്മളങ്ങനെ തിരിച്ചു കൊടുത്താലേ നമ്മുടെ പേര് പത്രത്തിൽ വരൂലേ? നമ്മളങ്ങനെ തിരിച്ചു കൊടുക്കുമ്പോളേ ഇതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു സാധനം മിസ് ചെയ്താലേ നമ്മളുടെ പേര് പത്രത്തിൽ വരും. ഇങ്ങനെ നിൽക്കേണ്ട വരും കേട്ടാ. ഞാൻ നീയും കൂടെ അതുകൊണ്ട് മിണ്ടാതെ അകത്തുകൊണ്ടേ വെക്കുന്നു. അല്ലെങ്കിൽ വേണ്ട, ഒരു ഫോട്ടോ എടുത്തിട്ട് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യാം. ഫോട്ടോ എടുക്കുന്നു, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. ഒരു ബാഗ് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്, ഇതിന്റെ ഓണർ വരിക, തിരിച്ചെടുക്കുക. ഇട്ട് സെറ്റ്. ചേട്ടാ, അങ്ങനാണെങ്കിൽ ഉറപ്പായിട്ടും തുറന്നു നോക്കണം. എന്തിന്? ഇപ്പൊ ഒരാള് ഈ ബാഗിന്റെ ഓണറാന്നും പറഞ്ഞ് വരിക. അയാള് പറയുന്നത് ഈ ബാഗിനകത്ത് കാശാണെന്ന്. അപ്പൊ നമ്മൾ അയാൾക്ക് ഇത് കൊടുത്തു വിടുന്നു, പ്രശ്നം കഴിഞ്ഞില്ലേ? അപ്പൊ അതിനകത്ത് സ്വർണ്ണ ബിസ്ക്കറ്റ് ആണെങ്കിലോ? ചേട്ടാ, ചേട്ടനിപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇട്ടില്ലേ, അപ്പൊ ആൾക്കാര് വരൂലേ? വരും. അപ്പൊ നമ്മൾ അറിയണ്ടേ ഇതിനകത്ത് എന്തുവാണെന്ന്? തന്നല്ലേ, അതാവുമ്പോ അവരുടെ നമുക്ക് തെളിവും കൊണ്ട് വരാനും പറയാം. സ്കൂളിൽ പോയില്ലെങ്കിലും ഒത്തിക്കര കുറവില്ല. എന്റെ അനിയത്തി തന്നെ. വാ. തുറന്നോക്ക്. നോക്കാടി. ചേട്ടാ, എന്നെക്കാണ് ആവശ്യമുണ്ടോ? സ്വർണ്ണ ബിസ്ക്കറ്റ്. കിട്ടിയാ സ്വർണ്ണ ബിസ്ക്കറ്റ്? ഇല്ല. ഇതിനകത്ത് വല്ലതും ഉണ്ടെങ്കിലും പറയാൻ പറ്റില്ല.
ഒരു തേങ്ങയില്ലാത്ത ബാഗ് എവനോ കളഞ്ഞിട്ട് പോയത്. ഉമ്മ അതെ കൊണ്ട് എന്നെ കൊണ്ട് തൂക്കിച്ച് ഇവിടെ വരെ കൊണ്ടുവന്നു. അയ്യാ തുറക്ക, ഞാനാ തിരിക്കുന്നു. എന്ത് എന്തോന്നല്ലേ ഇത്? പല കഷ്ടം. എന്തോട്ടത്? എനിക്കെങ്ങനെ അറിയാം? പാറേ ഏതോ പഴയ ബുക്കും തോന്നുന്നു കേട്ടാ. പൊടിയുണ്ട് എന്തായാലും. തുറക്കാടി. ചേട്ടാ ഇത് ഏത് ഭാഷ? സംസ്കൃതമാണ് മക്കളെ. ചേട്ടൻ അറിയോ? കോളേജിൽ സെക്കൻഡ് ലാംഗ്വേജ് അതല്ലേ ചേട്ടൻ? ചേട്ടാ എന്താ തപ്പുന്നേ? ഒരു 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 സാധനം ഇതിനകത്ത് മറ്റേ ചേട്ടാ ഇത് മോതിരമാണല്ലോ. ഇതെനിക്ക് തരുമോ? എനിക്ക് തരുമോന്ന്? ഇല്ല, ഈ മോതിരം മക്കളുണ്ട്. എന്താ ഇത് നമ്മുടെ അല്ലല്ലോ ചേട്ടാ. നല്ല വിലയേറിയതാണ് ഇത്. അത് ജ്വല്ലറി കൊടുത്തു നോക്കണം. കിട്ടിയാലും ചേട്ടൻ തന്നെ വേണം. നീ ഇപ്പൊ എന്തിനാ പറഞ്ഞേ? എന്ത് കിട്ടിയാലും ചേട്ടൻ തന്നെ വേണമെന്നാ? ഞാൻ മനസ്സിൽ പറഞ്ഞ ചേട്ടൻ എങ്ങനെ കേട്ട്? നീ മനസ്സിൽ പറഞ്ഞ ഞാൻ കേട്ടാ? നീ മനസ്സിൽ പറഞ്ഞത് ഞാൻ കേട്ട്. നീ മനസ്സിൽ പറഞ്ഞത് ഞാൻ കേട്ട്. നീ മനസ്സിൽ പറഞ്ഞത് ഞാൻ കേട്ട്. സിനിമ കാണാൻ പോയ ആൾക്കാരൊക്കെ എത്തിയാ? ഓർമ്മണ്ടല്ലേ? ഞങ്ങളെത്തി. പടയിലുണ്ടായി. നല്ല രസമുണ്ടായിരുന്നു. ഇനിയും പോയി കാണണമെന്നാ. ചേട്ടാ ബാക്കി കാശ് എടുക്ക്. ബാക്കി കാശ്. ബാക്കി കാശാ? ഏത് ബാക്കി കാശ്? ഇപ്പൊ സിനിമയൊക്കെ കണ്ടില്ല, എന്റെ ബാക്കി കാശ് എടുക്കാൻ. ചേച്ചി ആള് കൊള്ളല്ലേ ചേച്ചി? കാലത്ത് 4 പേര് ചേർന്നൊരു പടത്തിനൊക്കെ പോണെങ്കി എന്നാ ഫണ്ടാന്നറിയോ? മൊത്തം തീർന്നു. തീർന്നാ? എങ്ങനെ തീർന്നു? ചേച്ചി എവളൊക്കെ എന്ത് തീറ്റായിരുന്നു അറിയോ? പോപ്കോൺ, പപ്സ്, പെപ്സി, മറ്റേത് മറിച്ചെന്ന് വേണ്ട. നമ്മള് ഹോട്ടലിൽ കയറുന്നതിന് വരെ തിയേറ്ററിൽ കയറിയെന്നാണ് എനിക്ക് തോന്നിയത്. അതെല്ലാം ചേട്ടനും തിന്നല്ലോ. അതിപ്പോ എല്ലാവരും കൂടെ മേടിക്കുമ്പോ നമ്മള് തിന്ന് തീർക്കണ്ടല്ലേ ചേച്ചി? പൈസ തീർന്നു. ബാക്കി കാശ് ഈ തെണ്ടി മുക്കി കാണും. തെണ്ടിയാ? ഞാനൊന്നും മുക്കിയിട്ടില്ല കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്ത്?
ബാക്കി കാശ് മുക്കി